ഗൈസ്, വെൽക്കം ബാക്ക് ടു ജാലം ലേണിംഗ്. നിയാമിസ് ആണ്. സോ എല്ലാവർക്കും വോം വെൽക്കം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് പ്രൈസ് ഫ്ലോറും പ്രൈസ് സീലിംഗും ആണ് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കൺസെപ്റ്റുകളാണ്. ഈ രണ്ട് കൺസെപ്റ്റുകളെ പറ്റി ചോദ്യമില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പറുകളില്ല. 8 മാർക്കിനും 5 മാർക്കിനും ഒക്കെ ആയിട്ട് ട്വിസ്റ്റഡ് ആയിട്ടൊക്കെ ചോദിക്കുന്നത്, അതായത് പാറ്റേൺ മാറി വേറെ രീതിയിൽ കുറച്ച് ടഫായിട്ടൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ തന്നെയാണ്. പല മക്കൾക്കും ഈ കൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് അറിയില്ല. ചില ആൾക്കാർക്ക് ഈ കൺസെപ്റ്റ് എന്താണെന്ന് അറിയില്ല, കാരണം പഠിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് അവരത് സ്കിപ്പ് ചെയ്യാറുണ്ട്. സോ ഈ രണ്ട് കൺസെപ്റ്റും വളരെ സിമ്പിൾ ആണ്. സോ ഈ വീഡിയോ അവസാനിക്കുമ്പോഴേക്കും നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. കൃത്യമായിട്ട് മനസ്സിലായെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ പറയാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ഈ രണ്ട് കൺസെപ്റ്റ് ഏത് ചാപ്റ്ററിലാണ് മക്കളെ? മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന മൈക്രോ എക്കണോമിക്സിലെ 5ാമത്തെ ചാപ്റ്ററിലാണ് ഈ രണ്ട് കൺസെപ്റ്റുകൾ വരുന്നത്. വളരെ ചെറിയ ചാപ്റ്റർ ആണ്. ഒരുപാട് കാര്യങ്ങളൊന്നും ചാപ്റ്ററിൽ പഠിക്കാനില്ല. എന്താ? ഇക്വിലിബ്രിയം, ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആകുന്ന സിറ്റുവേഷൻ ആണ് ഇക്വിലിബ്രിയം. അതിനെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ മാത്രമാണ് ആ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇതിന്റെ ഏറ്റവും അവസാനത്തെ 2 ടോപ്പിക്കുകളാണ് പ്രൈസ് സീലിംഗും പ്രൈസ് ഫ്ലോറും. ആദ്യം നമുക്ക് പ്രൈസ് സീലിംഗ് തന്നെ പഠിക്കാം. എന്താണ് പ്രൈസ് സീലിംഗ് എന്ന് പറഞ്ഞാൽ? മക്കളെ, സീലിംഗ് എന്ന് പറഞ്ഞാൽ എവിടെ ഉണ്ടാവുക? നമുക്ക് സീലിംഗ് ഫാൻ അല്ലെങ്കിൽ സീലിംഗ് എന്ന് പറഞ്ഞാൽ എവിടെ ഉണ്ടാവുക? സീലിംഗ് എപ്പോഴും മുകളിലാണ് ഉണ്ടാവുക. അപ്പം ഇതേപോലെ പ്രൈസ് സീലിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പർ ലിമിറ്റ് ആണ്. സീലിംഗ് മുകളിലല്ലേ ഉണ്ടാവുക, അതുകൊണ്ട് സീലിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? അപ്പർ ലിമിറ്റ് ആണ്. ആരാണ് ഇമ്പോസ് ചെയ്യുന്നത്? ഗവൺമെന്റ് ഇമ്പോസ് ചെയ്യുന്ന അപ്പർ ലിമിറ്റ് ആണ്. ഒരു സാധനത്തിന്റെ വിലയിൽ ഗവൺമെന്റ് ഇമ്പോസ് ചെയ്യുന്ന അപ്പർ ലിമിറ്റിനെയാണ് പ്രൈസ് സീലിംഗ് എന്ന് പറയുന്നത്. അപ്പം പ്രൈസ് സീലിംഗ് എന്ന് പറയുമ്പം സീലിംഗ് എന്ന് കേട്ടാൽ തന്നെ നിങ്ങൾ വിചാരിച്ചോണം അത് ആർക്ക് വേണ്ടിയിട്ടാണ്? സി ആയതുകൊണ്ട് കൺസ്യൂമേഴ്സിന് വേണ്ടിയിട്ടാണ്. സീലിംഗ് ആയതുകൊണ്ട് എവിടെ ഉണ്ടാവുക? അപ്പർ ലിമിറ്റിലാണ് ഉണ്ടാവുക. സോ അങ്ങനെ കൃത്യമായിട്ട് എന്തെങ്കിലും കോഡിലൂടെയോ ഐഡിയയിലൂടെയോ ഇത് പഠിച്ചു വെക്കണം. അപ്പം ഇതിന് എന്താണ് നിങ്ങൾക്ക് മനസ്സിലായി? ഗവൺമെന്റ് ഇമ്പോസ് ചെയ്യുന്ന അപ്പർ ലിമിറ്റ് ആണ്. ഒരു സാധനത്തിന്റെ വിലയിൽ ഗവൺമെന്റ് ഇമ്പോസ് ചെയ്യുന്ന അപ്പർ ലിമിറ്റ്. ഇതെങ്ങനെയാണ് കൺസ്യൂമേഴ്സിന് സഹായമാകുന്നത്? അപ്പർ ലിമിറ്റ് വെക്കുന്ന സമയത്ത് എങ്ങനെയാണ് കൺസ്യൂമേഴ്സ് സഹായമാകുന്നത്? മക്കളെ, നമുക്കറിയാം നമ്മുടെ ഇക്വിലിബ്രിയം ഇതാണ് അല്ലേ? ഡിമാൻഡ് സപ്ലൈ ഇവർ കൂട്ടിമുട്ടുന്ന പോയിന്റ് ആണ് ഇക്വിലിബ്രിയം. അവിടെ നിന്നുള്ള പ്രൈസാണ് ഇക്വിലിബ്രിയം പ്രൈസാണ് PO എന്ന് കൊടുത്തിരിക്കുന്നത്. അവിടെ നിന്നുള്ള ക്വാണ്ടിറ്റി ആണ് QO അഥവാ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി. ഇനി ഗവൺമെന്റ് ഇമ്പോസ് ചെയ്യുന്ന അപ്പർ ലിമിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ PC എന്ന് പറയുന്ന പ്രൈസ് സീലിംഗ് ആണ്. ഇതിന് മുകളിലേക്ക് പൈസ കൂട്ടി സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി പാടില്ല. കൺസ്യൂമേഴ്സിന് വേണ്ടിയിട്ട്. ഇപ്പം റേഷൻ കടയിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ റേഷൻ കട പ്രൈസ് സീലിങ്ങിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു എക്സാമ്പിളാണ്. കാരണം റേഷൻ കടയിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങൾക്കും വില കുറഞ്ഞായിരിക്കും ഉണ്ടാവുക അല്ലേ? അത് ചെറിയ പൈസയിലാണ് നമുക്ക് അവിടെ സാധനം കിട്ടുന്നത്. മണ്ണെണ്ണ ആയാലും പഞ്ചസാര ആയാലും അരി ആയാലും ഗോതമ്പായാലും എല്ലാം ചെറിയ പൈസയ്ക്കാണ് കിട്ടുന്നത്. അപ്പോൾ ഗവൺമെന്റ് ഇമ്പോസ് ചെയ്യുന്ന അപ്പർ ലിമിറ്റ്, ഗവൺമെന്റ് ഒരു അപ്പർ ലിമിറ്റ് വെക്കുകയാണ്. ഇതിന് മുകളിലേക്ക് പ്രൈസ് കൂട്ടി എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല? സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി പാടില്ല. ആരെ പ്രൊട്ടക്ട് ചെയ്യാൻ? കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ എപ്പോഴും പ്രൈസ് സീലിംഗിന്റെ പ്രൈസ് ഇക്വിലിബ്രിയം പ്രൈസിനേക്കാൾ കുറവായിരിക്കും. എപ്പോഴും ഇക്വിലിബ്രിയം പ്രൈസിനേക്കാൾ കുറവായിരിക്കും പ്രൈസ് സീലിംഗിന്റെ പ്രൈസ്. അപ്പം എന്തൊക്കെയാണ് പഠിച്ചത്? പ്രൈസ് സീലിംഗ് എന്ന് പറയുന്നത് C ആയതുകൊണ്ട് കൺസ്യൂമേഴ്സിന് വേണ്ടിയിട്ടാണ്. സീലിംഗ് ആയതുകൊണ്ട് അപ്പർ ലിമിറ്റ് ആണ്. അത് ഇക്വിലിബ്രിയം പ്രൈസിനേക്കാൾ കുറവായിരിക്കും. മക്കളെ, നമ്മൾ പ്രൈസ് ഇവിടെ കുറഞ്ഞു, ഇക്വിലിബ്രിയം പ്രൈസിനേക്കാൾ കുറവാണല്ലേ? അപ്പൊ പ്രൈസ് കുറയുന്ന സമയത്ത് ഡിമാൻഡിന് എന്താ സംഭവിക്കുക? ഡിമാൻഡ് കൂടും അല്ലെ? ഇവിടെ എക്സസ് ഡിമാൻഡ് ഉണ്ടാവും. എന്ത് ഡിമാൻഡാണ്? ED, എക്സസ് ഡിമാൻഡ് ഉണ്ടാവും അല്ലേ? അതായത് ഒരു സാധനത്തിന്റെ വില കുറഞ്ഞാൽ നമ്മൾ അധികമായിട്ട് അത് ഡിമാൻഡ് ചെയ്യും. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, പ്രൈസ് സീലിംഗിന്റെ കുറച്ച് ഡിസഡ്വാൻറ്റേജസ്. ഈച്ച് കൺസ്യൂമേഴ്സ് ഹാസ് ടു സ്റ്റാൻഡ് ഇൻ ലോങ് ക്യൂസ് ടു ബൈ ദ ഗുഡ് ഫ്രം റേഷൻ ഷോപ്പ്. ഇപ്പം നമ്മൾ അധികം കാണുന്നില്ല, റേഷൻ കടയിൽ പോകുന്ന അധികം കുറവാണ്. എന്നാലും മാസം അവസാനം ആകുമ്പോഴത്തേക്കും റേഷൻ കടയിൽ നീണ്ട വരിയാണ്. കാരണം സാധനം ചെറിയ പൈസക്ക് കിട്ടുന്നതുകൊണ്ട് ഡിമാൻഡ് അധികമാണ്. റേഷൻ കടയിൽ നമുക്ക് അരി ഇപ്പോൾ 30-40 കിലോ ഒക്കെ കിട്ടും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇല്ല. അങ്ങനെ ഡിമാൻഡ് കൂടുന്നുണ്ട്, ക്വാണ്ടിറ്റി വളരെ കുറച്ചേ അവർ കൊടുക്കുന്നുള്ളൂ. സിൻസ് ഓൾ കൺസ്യൂമേഴ്സ് വിൽ നോട്ട് ബി സാറ്റിസ്ഫൈഡ് ബൈ ദ ക്വാണ്ടിറ്റി ഓഫ് ദ ഗുഡ്സ് ദാറ്റ് ദേ ഗെറ്റ് ഫ്രം ഫെയർ പ്രൈസ് ഷോപ്പ്. ഫെയർ പ്രൈസ് ഷോപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റേഷൻ കട. അപ്പം റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന സാധനത്തിന് ക്വാണ്ടിറ്റി വെച്ച് നമ്മളെല്ലാവരും സാറ്റിസ്ഫൈ ആവണമെന്നില്ല. കാരണം
അത്രയും പൈസയ്ക്ക് ചെറിയ ക്വാണ്ടിറ്റി മാത്രമേ കിട്ടുള്ളൂ അല്ലേ. കാർഡ് അനുസരിച്ച് ഓരോ കാർഡുകാർക്കും ഇത്രയെന്ന് പറഞ്ഞിട്ടാണ് കിട്ടുന്നത്. സോ പ്രൈസ് സീലിംഗ് നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചു കഴിഞ്ഞു. പ്രൈസ് സീലിംഗ് അതിൻ്റെ അപ്പർ ലിമിറ്റ് ആണ്, ഗവൺമെൻറ് ഇമ്പോസ് ചെയ്യുന്ന അപ്പർ ലിമിറ്റ് ആണ് ഒരു സാധനത്തിൻ്റെ വിലയിൽ. അപ്പം സീലിംഗ് ആയതുകൊണ്ട് എന്തുണ്ട്, കൺസ്യൂമേഴ്സ് ആണ്, കൺസ്യൂമേഴ്സിന് വേണ്ടിയിട്ടാണ്. അത് ഇക്വിലിബ്രിയം പ്രൈസിനേക്കാൾ കുറവായിരിക്കും. അങ്ങനെ പ്രൈസ് കുറവായതുകൊണ്ട് ഇവിടെ എന്തുണ്ടാകും, എക്സസ് ഡിമാൻഡ് ഉണ്ടാകും. എക്സസ് ഡിമാൻഡ് ഉണ്ടാകുമ്പോൾ ഒരുപാട് ക്യൂ ഉണ്ടാവും ഇല്ലേ, സാധനങ്ങൾക്ക് അടിയായിരിക്കും. ഇപ്പോൾ ഒന്നും ഇല്ല കേട്ടോ, ഇപ്പോൾ റേഷൻ കടയിൽ അങ്ങനെ ആരും ഒന്നും പോകലില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. പക്ഷെ നമ്മൾ എന്നാലും വില്ലേജ് ഏരിയയിലൊക്കെ പിന്നെയും ആൾക്കാർ റേഷൻ കടയിലൊക്കെ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സോ അതുകൊണ്ട് ഇവിടെ പോകുന്നില്ല എന്നല്ല കേട്ടോ, ഇവിടെ ഏറ്റവും മാസത്തിന് അവസാനമായിരിക്കും ഏറ്റവും വരി ഉണ്ടാവുക. സോ അതുകൊണ്ട് കൺസ്യൂമേഴ്സിന് ആ കിട്ടുന്ന ക്വാണ്ടിറ്റി കൊണ്ട് സാറ്റിസ്ഫൈ ചെയ്യാനും പറ്റുന്നില്ല. ഇത്രയും കാര്യം മനസ്സിലായെങ്കിൽ പ്രൈസ് ഫ്ലോറിലേക്ക് പോകാം. എന്താണ് പ്രൈസ് ഫ്ലോർ മക്കളെ? ഫ്ലോർ എന്ന് പറഞ്ഞാൽ എന്താ, തറ അല്ലേ. തറ എവിടെ ഉണ്ടാവുക, താഴെ ഉണ്ടാവുക. അപ്പം ഇത് ഗവൺമെൻറ് ഇമ്പോസ് ചെയ്യുന്ന മിനിമം പ്രൈസ് ആണ്, അല്ലെങ്കിൽ ലോവർ ലിമിറ്റ് ആണ്. ഗവൺമെൻറ് ഇമ്പോസ് ചെയ്യുന്ന ലോവർ ലിമിറ്റ് ആണ്. അതാണ് നമ്മുടെ കർഷകരെ സഹായിക്കാൻ വേണ്ടി, പ്രൊഡ്യൂസേഴ്സിനെ, ഉൽപ്പാദകരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഇമ്പോസ് ചെയ്യുന്ന ഒന്നാണ് പ്രൈസ് ഫ്ലോർ. അതായത് ഇപ്പം ചില ഫാമേഴ്സൊക്കെ കൃഷി ചെയ്തുകൊണ്ട് വരുമ്പോഴത്തേക്കും അവർ മുടക്കിയ മുതൽ പോലും അവർക്ക് ആ സാധനം വിൽക്കുമ്പം കിട്ടാറില്ല. അതുകൊണ്ട് പ്രൊഡ്യൂസേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് കൊണ്ടുവന്ന ഒരു കൺസെപ്റ്റാണ്, അല്ലെങ്കിൽ ഒരു പോളിസിയാണ് പ്രൈസ് ഫ്ലോർ എന്ന് പറയുന്നത്. സോ ഫ്ലോർ ആയതുകൊണ്ട് ഇതൊരു മിനിമം പ്രൈസ് ആയിരിക്കും. സപ്പോർട്ട് പ്രൈസ്, താങ്ങുവില എന്നൊക്കെ പറയും. അതായത് ലോവർ ലിമിറ്റ് വെക്കും ഗവൺമെൻറ്. അപ്പം നിങ്ങൾ ആലോചിക്കുക, ഫ്ലോർ പ്രൈസ് സീലിംഗ് കൺസ്യൂമേഴ്സിനാണെങ്കിൽ ഒബ്വിയസ്ലി പ്രൈസ് ഫ്ലോർ ആയിരിക്കും പ്രൊഡ്യൂസേഴ്സിനായിരിക്കും. ആർക്കായിരിക്കും? പ്രൊഡ്യൂസേഴ്സിന് ആയിരിക്കും. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഗവൺമെൻറ് എന്ത് ചെയ്യും, ഒരു ലോവർ ലിമിറ്റ് വെക്കും. ഇതിന് താഴേക്ക് പൈസ കുറഞ്ഞ സാധനങ്ങൾ വിൽക്കാൻ പറ്റത്തില്ല. ഇതിന് താഴേക്ക് പൈസ കുറഞ്ഞ സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി പറ്റില്ല. അപ്പം തേങ്ങയ്ക്ക് കൃഷി ചെയ്യുമ്പോൾ അവർക്ക് നല്ല പൈസയായി, പക്ഷേ മാർക്കറ്റിൽ 10 രൂപയേ ഉള്ളൂ. അതൊരുപാട് കുറവാണ്. അപ്പം ഗവൺമെൻറ് ഇടപെട്ട് ഒരു ലോവർ ലിമിറ്റ് വെക്കും, 35. ഇതിന് താഴേക്ക് തേങ്ങ വിൽക്കാൻ വേണ്ടി പാടില്ല, തേങ്ങ കിട്ടൂല എന്ന് പറയും. ആരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാ? ഫാമേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ. അപ്പം മക്കളെ, നമ്മുടെ പ്രൈസ് മുകളിലാണുള്ളത് അല്ലേ. ഇക്വിലിബ്രിയം പ്രൈസ് ഇതാണ്. ഇക്വിലിബ്രിയം പ്രൈസിന് മുകളിലാണ് പ്രൈസ് ഫ്ലോറിൻ്റെ പ്രൈസ് എങ്കിൽ പ്രൈസ് കൂടുന്നതനുസരിച്ച് എന്തും കൂടും, സപ്ലൈയും കൂടും. ഇപ്പം ഇവിടെ നമ്മൾ ക്രിയേറ്റ് ആകുന്നത് എക്സസ് സപ്ലൈ ആണ് അല്ലേ. 35 രൂപയ്ക്ക് തേങ്ങ ചിലപ്പം കുറേ ആൾക്കാർ വാങ്ങത്തില്ല, അപ്പോൾ ഒരുപാട് സപ്ലൈ ഉണ്ടാവും. തേങ്ങയ്ക്ക് നല്ല സപ്ലൈ ഉണ്ട്, പക്ഷേ ഡിമാൻഡ് അധികമില്ല. സോ ഇവിടെ ഇക്വിലിബ്രിയം പ്രൈസിന് മുകളിലായിരിക്കും പ്രൈസ് ഫ്ലോർ. അത് നിങ്ങൾ മറന്നു പോകരുത്, ഒരിക്കലും മറന്നു പോകരുത് കേട്ടോ. അപ്പം സീലിംഗിൽ എന്താണ്, ഇക്വിലിബ്രിയം പ്രൈസിന് കുറവാണ്, അതുകൊണ്ടാണ് എക്സസ് ഡിമാൻഡ് ക്രിയേറ്റ് ആവുന്നത്. ഇവിടെ മുകളിലാണ്. ഓക്കെ, മുകളിലാണ് പ്രൈസ് ഫ്ലോർ എന്ന് പറയുന്നത്. സോ ക്രിയേറ്റ് ആകുന്നത് എക്സസ് സപ്ലൈ ആണ്. എന്താണ്? എക്സസ് സപ്ലൈ ആണ്. ഇനി മക്കളെ നോക്കിക്കേ, പ്രൈസ് സീലിംഗും പ്രൈസ് ഫ്ലോറും തമ്മിലുള്ള കമ്പാരിസൺ ആണ് കൊടുത്തിട്ടുള്ളത്. എന്താ പ്രൈസ് സീലിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പർ ലിമിറ്റ് ആണ്, അപ്പർ പ്രൈസ് ലിമിറ്റ് ആണ് ഇമ്പോസ് ചെയ്യുന്ന ഗവൺമെൻറ് ആണ്. പ്രൈസ് ഫ്ലോർ എന്ന് പറയുന്നത് ലോവർ പ്രൈസ് ലിമിറ്റ് ആണ്, ലോവർ ലിമിറ്റ് ആണ്. പ്രൈസ് സീലിംഗ് ആർക്കാണ്? കൺസ്യൂമേഴ്സിന്. പ്രൈസ് ഫ്ലോർ ആർക്കാണ്? പ്രൊഡ്യൂസേഴ്സിന്. ഇനി ഗോതമ്പ്, അരി, കെറസിൻ, മണ്ണെണ്ണ പോലെയുള്ള സാധനങ്ങൾക്കാണ് പ്രൈസ് സീലിംഗ് ഉള്ളതെങ്കിൽ പ്രൈസ് ഫ്ലോർ ഉള്ളത് നെല്ല് അല്ലെങ്കിൽ കോക്കനട്ട് പോലെയുള്ള സാധനങ്ങൾക്കാണ്. ഇനി ഇറ്റ് വിൽ ഓൾവേസ് ബി ലെസ് ദാൻ ഇക്വിലിബ്രിയം പ്രൈസ്. പ്രൈസ് സീലിംഗിന്റെ പ്രൈസ് എന്ന് പറയുന്നത് എപ്പോഴും ഇക്വിലിബ്രിയം പ്രൈസിനേക്കാൾ കുറവായിരിക്കും. സോ അതുകൊണ്ട് ക്രിയേഷൻ ഓഫ് എക്സസ് ഡിമാൻഡ്, പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടും. ഇനി എന്താ പറയുക, ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് അവർ മൂവ് ചെയ്യുന്നത്. ഇനി പ്രൈസ് ഫ്ലോറിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇക്വിലിബ്രിയം പ്രൈസിനേക്കാൾ കൂടുതലായിരിക്കും പ്രൈസ് ഫ്ലോറിലെ പ്രൈസ്. അപ്പോൾ പ്രൈസ് കൂടുമ്പോൾ എന്തും കൂടും, സപ്ലൈയും കൂടും. ക്രിയേഷൻ ഓഫ് എക്സസ് സപ്ലൈ. ഇനി ഇവിടെ പ്രൈസ് സീലിംഗിന് വേണ്ടിയിട്ട് റേഷൻ കടകളാണ് ഗവൺമെൻറ് തുടങ്ങുന്നത്. ഇനി ഇവിടെ എക്സസീവ്ലി സപ്ലൈ ചെയ്യുന്ന സാധനങ്ങൾ, എക്സസ് സപ്ലൈ ആണല്ലോ, ഒരുപാട് സാധനങ്ങൾ അധികം വന്ന ഫാമേഴ്സ് എന്ത് ചെയ്യും, ഗവൺമെൻറ് ഇവരുടെ കയ്യിൽ നിന്ന് ഇതെല്ലാം കൂടെ വാങ്ങിച്ചിട്ട് തേങ്ങയ്ക്ക് നല്ല വില കിട്ടുന്ന സമയത്ത് ഇത് റീസെല് ചെയ്യും എന്നാണ് പറയുന്നത്. സോ ഇത് രണ്ടുമാണ് കൺസെപ്റ്റ്. ഇതിലൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വീഡിയോ നമുക്ക് നിർത്താം. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. മാർക്കറ്റ് ഡിറ്റർമൈൻഡ് പ്രൈസ് ഓഫ് പാഡി ഇൻ കേരള ഈസ് ₹21. ഓക്കെ, അതായത് ഇവിടെ നെല്ലിൻ്റെ പൈസ, മാർക്കറ്റിലുള്ള പൈസ 21 രൂപയാണെന്ന് പറയുന്നുണ്ട് പെർ കിലോഗ്രാം. 1 കിലോയ്ക്ക് 21 രൂപയാണ്. പക്ഷേ ഗവൺമെൻറ് ഇൻ്റർവീൻസ് ഇൻ ദ മാർക്കറ്റ് ആൻഡ് സെറ്റ്സ് ₹26 per kilogram ആസ് ഇറ്റ്സ് മിനിമം പ്രൈസ് വിത്ത് എ വ്യൂ ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് പാഡി ഫാമേഴ്സ്.
ആരാണ് പാഡി ഫാമേഴ്സ് എന്ന് പറയുന്നത്? പ്രൊഡ്യൂസേഴ്സ് ആണ്. അപ്പം പ്രൊഡ്യൂസേഴ്സിന്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഇടപെട്ട് മിനിമം പ്രൈസ്, ഇനി ഇതിലും കൂടി ഹിന്റ് ഒന്നും വേണ്ട, ഇത് എന്തിനെ പറ്റിയാ പറയുന്നത്? പ്രൈസ് ഫ്ലോറിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് പ്രൈസ് ഫ്ലോർ ആണെന്ന് മനസ്സിലായി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതാണ്. ബൈ വാട്ട് നെയിം ദിസ് പോളിസി ഓഫ് ഗവൺമെന്റ് ഈസ് നോൺ? എന്താണ് പേര്? മാർക്കറ്റ് സപ്ലൈ ആണോ? അല്ല, പ്രൈസ് ഫ്ലോർ ആണ് ആൻസർ. ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? അനലൈസ് ദ കോൺസിക്വൻസസ് ഓഫ് ദിസ് പോളിസി വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം. ആദ്യം നമുക്ക് ഡയഗ്രാം വരയ്ക്കാം. എന്താ ഡയഗ്രത്തിന്റെ പ്രത്യേകത? ഇക്വിലിബ്രിയം പ്രൈസിനേക്കാൾ മുകളിലായിരിക്കും പ്രൈസ് ഫ്ലോർ. എന്തൊക്കെയാണ് അതിൻ്റെ കോൺസിക്വൻസസ്? എക്സസ് സപ്ലൈ ക്രിയേറ്റ് ആകുന്നു. അതേപോലെ എക്സസീവ്ലി ഡിമാൻഡ് ആയിട്ടുള്ള സാധനങ്ങൾ ആര് വാങ്ങിക്കുന്നു, പർച്ചേസ് ചെയ്യുന്നു? ഗവൺമെന്റ് പർച്ചേസ് ചെയ്യുന്നു. എപ്പോഴും ഇക്വിലിബ്രിയം പ്രൈസിനേക്കാൾ മുകളിലായിരിക്കും പ്രൈസ്. ഇത്രയും കാര്യങ്ങൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ 5 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആണ് മക്കളെ ചോദിച്ചത്. 5 മാർക്ക് ഈസി ആയിട്ട് കിട്ടും. സോ ഈ 2 കൺസെപ്റ്റാണ് നിങ്ങൾക്ക് ഏറ്റവും പാടായിട്ട്. എനിക്ക് കുറേ കമൻസ് ഒക്കെ ഉണ്ട്, പ്രൈസ് ഫ്ലോറും പ്രൈസ് സീലിംഗും തിരിഞ്ഞു പോകുന്നു എന്നൊക്കെ. പക്ഷേ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള 2 കൺസെപ്റ്റുകളാണ്. സോ ഇത്രയും മനസ്സിലായെന്നുണ്ടെങ്കിൽ മക്കൾ മനസ്സിലായി എന്ന് പറയുക. ഇതേപോലുള്ള കുറേ വീഡിയോസ് ഇനി ഉണ്ടാകും. നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അടിപൊളിയായിട്ട് പഠിക്കുക. നിങ്ങളുടെ മോഡൽ എക്സാമും പബ്ലിക് എക്സാമും ഒക്കെ അടിപൊളിയായിട്ട് എഴുതുക. ഓൾ ദി ബെസ്റ്റ്.